അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ ഓവറായിട്ട് ഹീറ്റ് ആവുന്നത്, അതുപോലെ തന്നെ ഗെയിം കളിക്കുമ്പോൾ നമുക്ക് ഫ്രെയിംസ് ഒക്കെ ഡ്രോപ്പ് ആവുന്ന പോലെ ഹാങ് ആവുന്നത് എന്തുകൊണ്ടാണ്? ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ പറഞ്ഞത് നമ്മുടെ സ്മാർട്ട് ഫോൺ എന്തുകൊണ്ടാണ് ഓവറായിട്ട് ഹീറ്റ് ആവുന്നത്, അതുപോലെ തന്നെ ഇതെങ്ങനെ ഫിക്സ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അധികം ടൈം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ സ്മാർട്ട് ഫോൺ ഹീറ്റ് ആകുന്നതിൽ 2-3 ഭാഗങ്ങൾ ഹീറ്റ് ആവുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മൾ ചില സമയത്ത് നമ്മുടെ ബാറ്ററിയുടെ ഭാഗം ഹീറ്റ് ആവുന്നുണ്ടാവും നന്നായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊസസ്സർ അല്ലെങ്കിൽ ചിപ്പ് സെറ്റിൻ്റെ ഭാഗം GPUൻ്റെ ആ ഭാഗമായിരിക്കും നന്നായി ഹീറ്റ് ആവുന്നുണ്ടാവും. അപ്പോൾ രണ്ട് കാരണങ്ങളാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം ഏതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ചിപ്പ് സെറ്റിൻ്റെ അവിടെ ഹീറ്റ് ആവുന്നതിൻ്റെ കാരണം എന്താ നോക്കാം. അത് നമ്മുടെ ചിപ്പ് സെറ്റ് ഹീറ്റ് ആകുമ്പോൾ എന്താ ഉണ്ടാവുമെന്ന് വെച്ചാൽ നമ്മൾ ഓവറായിട്ട് ഗെയിമിങ് കളിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഓവറായിട്ട് യൂസ് ചെയ്യാൻ ഹാർഡ് കോർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊസസ്സർ മൊത്തത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഹീറ്റ് ആവും. അത് നല്ലതാണ്, ഓട്ടോമാറ്റിക് ഹീറ്റ് ആവുന്നത് നല്ലതാണ്. പക്ഷേ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം അതിന് ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. എത്ര ടെമ്പറേച്ചർ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവുമെന്ന് പറഞ്ഞാൽ, അതായത് കൂടുതൽ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ CPU-ൻ്റെ ചില കോറുകൾ ഓഫ് ചെയ്യും, അല്ലെങ്കിൽ മൊത്തം കോർ വർക്ക് ചെയ്യില്ല. കാരണം അപ്പോൾ എന്താ പ്രൊസസ്സറുകൾ കുറയും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഹീറ്റ് ഇങ്ങനെ പതുക്കെ പുറത്ത് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ തെർമൽ ത്രോട്ട്ലിംഗ് എന്നാണ് ഈ പ്രോസസ്സിന് പറയുക. അതായത് സെർട്ടൻ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൊസസ്സർ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ഇതുപോലെ ഷട്ട് ഡൗൺ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ചില ഹാഫൊക്കെ ചിലപ്പോൾ ഷട്ട് ഡൗൺ ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ 2-3 കോറൊക്കെ ഷട്ട് ഡൗൺ ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ പ്രൊസസ്സ്, നമ്മളിപ്പോൾ ഗെയിം കളിക്കാൻ നമ്മൾ ഫ്രെയിം ഡ്രോപ്പ് ആവും. പക്ഷേ അത് നല്ലതാണ് ശരിക്കും പറയാൻ. നമ്മുടെ ഫോണിന് നല്ലതിന് വേണ്ടിയിട്ടാണ് അത് ഹീറ്റായിട്ട് നമ്മുടെ എന്താ പറയുക ഇത് കുറയുന്നത്, നമ്മുടെ ഫ്രെയിം ഡ്രോപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ തെർമൽ ത്രോട്ട്ലിങ് സംഭവിക്കുന്നത് നമ്മുടെ ഫോൺ സേഫ്റ്റിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ചെയ്യുന്ന ഒരു വിദ്യയാണ് ഈ തെർമൽ ത്രോട്ട്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തെർമൽ ത്രോട്ട്ലിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഗെയിം കളിക്കുമ്പോൾ FPS ഡ്രോപ്പ് ചെയ്ത്, അതുപോലെ തന്നെ നമ്മൾ ഹെവി ആയിട്ടുള്ള വീഡിയോ എഡിറ്റ് ചെയ്യും, 4K വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് റെൻഡർ ചെയ്യുമ്പോൾ ഹാങ് ആകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ ഇഷ്യൂസ് വരുന്നത് സാധാരണ. അപ്പോൾ അതൊക്കെ സാധാരണയാണ്. അപ്പോൾ ഈ തെർമൽ ത്രോട്ട്ലിംഗ് എങ്ങനെ ഒഴിവാക്കാം? അപ്പോൾ തെർമൽ ത്രോട്ട്ലിംഗ് ഒഴിവാക്കാനുള്ള 2-3 ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. ഒന്നാമത്തെ പറഞ്ഞത് നമ്മുടെ സിസ്റ്റം അപ്ഡേറ്റ് ആവുക, നമ്മുടെ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ കയറ്റുക. അപ്പോൾ അതിനനുസരിച്ച് ഒപ്റ്റിമൈസ് ആവും. അതായത് ഇപ്പോൾ അധികം പ്രഷർ കൊടുക്കുക, അല്ലെങ്കിൽ അധികം സ്ട്രെസ് കൊടുക്കാതെ തന്നെ പ്രൊസസ്സറിന് ചിലപ്പോൾ ആ ആപ്പൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു കൂളർ യൂസ് ചെയ്യുക. അതൊന്നും പ്രാക്ടിക്കലല്ല. അല്ലെങ്കിൽ നമ്മുടെ ഫാൻ നമ്മൾ യൂസ് ചെയ്യുക, നമ്മുടെ റൂമിലാണെങ്കിൽ ഫാൻ യൂസ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം പറഞ്ഞാൽ നമ്മുടെ CPU-ന് പറ്റാത്ത ടാസ്കുകൾ പരമാവധി തന്നെ കൊടുക്കാതിരിക്കാൻ. അങ്ങനെ പറ്റാതെ ഓവറായിട്ടുള്ള ഹാർഡ് ടാസ്ക് കൊടുക്കുമ്പോഴാണ് അതിന് എന്താണെന്ന് വെച്ചാൽ തെർമൽ ത്രോട്ട്ലിംഗ് കൂടുതലും സംഭവിക്കുന്നത്. അപ്പോൾ ചിലവർ പറയുന്നത് നമ്മൾ ഫോൺ യൂസ് തന്നെ ചെയ്യരുത്, വെറുതെ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഫോൺ നന്നായി ഹീറ്റ് ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ കാരണം വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സുകളാണ്. നമ്മുടെ ഫോണിന് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സുകൾ റൺ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിപ്പോൾ ലൈവ് സോഷ്യൽ മീഡിയ, അതിപ്പോൾ വാട്സപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതായത് ഇതിൽ മെസ്സേജ് വന്നോന്നൊക്കെ ഓണായിട്ട് ഇങ്ങനെ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ ഫേസ്ബുക്ക്. അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്ക് വല്ലാണ്ട് യൂസ് ചെയ്യാത്ത ആളാണെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങളുടെ ആപ്പ് മാനേജ്മെൻറ്റ് പോയിട്ട് നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് യൂസ് നിങ്ങൾക്ക് ഓഫ് ചെയ്തൊക്കെ പറ്റും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പ്രോസസ്സ് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് ഓൺ ആയതുകൊണ്ടാണ് നമുക്ക് കഴിയുന്നതും ഈ കൂടുതൽ നമ്മുടെ ഫോൺ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും കൂടുതൽ നമ്മൾ ഹീറ്റ് ആവുന്നുള്ള കാരണം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കാര്യം പറഞ്ഞു നമ്മുടെ ക്യാമറയുടെ ഭാഗത്ത് ഹീറ്റ് ആവുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കാര്യം പറഞ്ഞത് നമ്മുടെ ബാറ്ററി ഹീറ്റ് ആവുന്നത്. അപ്പോൾ ഇത് നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ ബാറ്ററി ഹീറ്റ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊസസ്സർ പോലെയല്ല. ബാറ്ററി ഹീറ്റ് ആവുന്നതിന് അപ്പോൾ നമ്മുടെ ഫോണിന് ടെക്നിക്കലി എന്തോ പ്രശ്നമുണ്ട്, ഹാർഡ്വെയറിന് എന്തോ പ്രശ്നമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് കൂടുതൽ വരാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മുടെ ചാർജർ, നമ്മൾ എപ്പോഴും നമ്മുടെ ഫേക്ക് ചാർജേഴ്സ് അല്ലെങ്കിൽ കോപ്പി ചാർജേഴ്സ് യൂസ് ചെയ്യുക. അതായത് ഒറിജിനൽ ചാർജർ കഴിയുന്നത് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കത് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഈ ചാർജിങ്ങും ബാറ്ററിയുടെ കേസിന് ബന്ധപ്പെട്ട ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ. പിന്നെ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ അതുപോലെ ഹാർഡ് കോർ യൂസൊക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ കേസുകൾ ഒഴിവാക്കുക. കേസ് ഒഴിവാക്കുമ്പോൾ നമ്മുടെ ഫോണിന് ഒന്നുകൂടി ബ്രീത്തബിൾ ആവും, അതായത് എയർ വന്ന് പോകാനുള്ള ഒരുപാട് ഇത് കിട്ടും. പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ വാട്ടർ റെസിസ്റ്റൻറ്റ് ഫോണാണെങ്കിൽ നിങ്ങളുടെ ഫോൺ സ്വാഭാവികമായിട്ട് ഹീറ്റ് ആവും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ എല്ലാ ഭാഗം സീൽ ചെയ്തിട്ടുണ്ടാവും, കാരണം വെള്ളം ഉള്ളിൽ കയറാതിരിക്കേണ്ട. അപ്പോൾ അതുപോലെ എയർ പോകാൻ അധികം സ്ഥലമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വാട്ടർ റെസിസ്റ്റൻറ്റ് ഫോണാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഹീറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ബാറ്ററി ഹീറ്റ് ആവുന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓവർ ഹീറ്റായിട്ട് അധികം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററിയുടെ കപ്പാസിറ്റി പെട്ടെന്ന് കുറയും. അതുപോലെ തന്നെ ബാറ്ററി സൈക്കിളും കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി കപ്പാസിറ്റി കുറയും. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും ചാർജ് ചെയ്തിട്ട് നമ്മൾ ഫോൺ യൂസ് ചെയ്ത്, അപ്പോൾ ബാറ്ററി ചാർജ് ആവുന്നുണ്ട്, അതുപോലെ തന്നെ കൺസ്യൂം ചെയ്യുന്നുണ്ട് പവർ. അപ്പോൾ അത് നമ്മുടെ ഫോണിന് അത്ര നല്ലതല്ല. അപ്പോൾ ഓവറായി ഹീറ്റ് ആവുകയും ചെയ്യും. അതുപോലെ നമ്മുടെ ബാറ്ററി പെട്ടെന്ന് കേടാറാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ
ഫോണിൻ്റെ ഇൻറ്റേർണൽ പ്രോബ്ലംസ് കൂടാനുള്ള സാധ്യതയുണ്ട് നമുക്ക്. അപ്പോൾ കൺക്ലൂഷൻ എന്ന രീതിയിൽ നമ്മൾ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചിപ്സെറ്റ് ഹീറ്റ് ആവുന്നത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. അപ്പോൾ നമ്മളത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ ബാറ്ററി ഹീറ്റ് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ കഴിയുന്നത് അത് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അത് റീപ്ലേസ് തന്നെ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാർജർ ആണെങ്കിൽ ചാർജർ മാറ്റണം. നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ചാർജർ യൂസ് ചെയ്ത് നമ്മുടെ ഫോണിൻ്റെ ഒപ്പം കിട്ടിയ ഒറിജിനൽ ചാർജർ പരമാവധി യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് നമുക്ക് ഹീറ്റിംഗ് കുറക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.